ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കഠോപനിഷത്തിലെ 4 വല്ലികൾ നമ്മൾ മനനം ചെയ്തു കഴിഞ്ഞു. നീ 5ാമത്തെ വല്ലി, അത് നമ്മളെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സത്യത്തെ അറിയേണ്ടത് എങ്ങനെയാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച്, കാരണം 3ാമത്തെ വല്ലി അവസാനിക്കുമ്പം തന്നെ ഉപനിഷത്ത് അവസാനിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാലും അതിൽ പറയേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും വീണ്ടും യമധർമ്മൻ മുന്നിലേക്ക് അതിനെ കുറേയും കൂടെ അനായാസേന ബോധ്യപ്പെടാൻ ഉതകും വിധത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതില് ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒന്ന്, പ്രകൃതി എൻ്റെ ചുറ്റുപാട്, അതിൽ നിന്ന് ഞാൻ വേറിട്ട് നിൽക്കുന്നു. ആ വേറിട്ട് നിൽക്കൽ തന്നെ ഏതൊരു ജീവനാണെങ്കിലും ജീവനെ സംബന്ധിച്ച് അത് ബന്ധനമാണ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ. അതേസമയം അത് മരണവുമാണ്. ബന്ധനം തന്നെയാണ് മരണം. അതുകൊണ്ടാണ് ഈ മൃത്യുഞ്ജയ മന്ത്രത്തില് ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോഹോ മുക്ഷീയ മാ അമൃതാത്. ശരിക്കും അവിടെ ബന്ധനം മൃത്യുവാണ്. ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണം. ആ മോചനം എങ്ങനെയാണ്? അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഉർവാരുകം ഇവ. എന്താ ഈ ഉർവാരുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വള്ളിയിൽ ഇങ്ങനെ നിലത്തുകൂടെ പടരുമല്ലോ, മത്തൻ, കുമ്പളങ്ങ, വെള്ളരി തുടങ്ങിയിട്ടുള്ള ഫലവർഗങ്ങളൊക്കെ അങ്ങനെയുള്ളതാ. അപ്പൊ ഇതിങ്ങനെ വള്ളിയിൽ, ഇപ്പോൾ നമ്മളൊരു വെള്ളരിയോ മത്തനോ ഇളവനോ ഒക്കെ നമ്മൾ വീട്ടിൽ സാധാരണ വളർത്തുന്നതാണല്ലോ. ചൊരയ്ക്ക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട്. പാവയ്ക്ക, പടവലം, ഇതെല്ലാം വള്ളിയിൽ ഉണ്ടാവുന്നതാ, നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നതാ. ഇതിലേതെങ്കിലുമൊക്കെ ഫലം, ആ ഫലം അതിന് പേര് തന്നെ അതുകൊണ്ടാണ്, നല്ലൊരു ഇതാണ് അത്. കർമ്മത്തിന്റെ അനന്തരം അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ളതിനെയാണ് ഫലം എന്ന് പറയുന്നത്, കർമ്മഫലം എന്നൊക്കെ പറയും. അപ്പൊ ഈ ഫലം എന്തായാലും ഈ വള്ളിയിൽ അത് നിൽക്കുന്ന സമയത്ത് അതിനെ ഈ വള്ളിയും ഫലവും തമ്മിലുള്ള ബന്ധനമുണ്ട്. അത് വളരെ സ്ട്രോങ് ആണ്. അതേസമയം അത് അവിടെ നിന്ന് പാകമായാൽ, നമ്മൾ പക്വമായാൽ, പിന്നെ അത് വള്ളിയിൽ നിന്ന് അത് അനായാസേന അടർന്നു വീഴും. അതല്ലാതെ അതിനെ പിടിച്ചു കഴിഞ്ഞാലോ അത് അതിൻ്റെ കൂടെ പോരും, വള്ളിയും പോരും. അപ്പൊ നിങ്ങൾക്കത് ഒരു കറി വെക്കാനൊക്കെ ഇതിനാകുമ്പോൾ നമ്മളത് മുറിച്ചിട്ടാണ് എടുക്കുക. മുറിക്കാതെ അത് എടുത്തു കഴിഞ്ഞാൽ വള്ളി പോകും. എന്നാൽ നല്ല പാകമായതാണെങ്കിലോ തൊട്ടാൽ മതി. പലപ്പോഴും മത്തനും ഇളവനും ഒക്കെ നല്ല പാകമായി നമ്മുടെ ശ്രദ്ധ പെടാതിരിക്കുകയാണെങ്കിൽ അത് കാണാം, വള്ളിയിൽ നിന്ന് വിട്ട് കിടക്കുന്നത് കാണാം. പിന്നെ എടുത്തും കൊണ്ട് കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ പക്വമായ ഫലം, നാളികേരമൊക്കെ തനിയെ വീഴുന്നത് കണ്ടിട്ടില്ലേ, ഞെട്ടറ്റ് വീഴുന്നത്. പക്വമായത് ഞെട്ടറ്റ് വീഴുന്നത് പോലെ നമ്മളും ഈ
പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാവണമെന്ന. അതായത് ഈ വള്ളിയിലൂടെയാണ് ഈ ഫലം എല്ലാം ആർജിച്ച് നേടുന്നത്. അതുപോലെയാണ് നമ്മൾ ലോകത്തുനിന്ന് എല്ലാം എടുക്കുന്നത്. പക്ഷെ ലോകവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയാ, തൊട്ടു തൊട്ടില്ല. അല്ലാത്തതോ അത് മരണമാണെന്ന്. ആ മരണത്തിൽ നിന്നാണ് മോചിപ്പിക്കേണ്ടത്, മരണമില്ലായ്മയിൽ നിന്നല്ല. മൃത്യോഹോ മുക്ഷിയ മാ അമൃതാത്. മരണം ഇല്ലായ്മയിൽ നിന്നല്ല, മരണത്തിൽ നിന്നാണ് എനിക്ക് മോചനം വേണ്ടത്. ഇതാണ് മരണം. അപ്പൊ അതിനെയാണ് ഈ വ്യഷ്ടിയും സമഷ്ടിയും അത് പറഞ്ഞു. അപ്പൊ അതിലാർക്കും സംശയം ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നിരുന്നുവെങ്കിൽ ആ സംശയത്തിന് സ്ഥാനമില്ലാത്തതാണ്. കാരണം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഉദാഹരണം നമ്മൾ പറഞ്ഞുവല്ലോ, വൃക്ഷവും കാടും. വൃക്ഷം എന്ന് പറയുന്നത് വ്യഷ്ടി തലത്തിലാണ്, കാട് എന്ന് പറയുന്നത് സമഷ്ടി തലത്തിലാണ്. വാസ്തവത്തിൽ കാട്ടിൽ പോയി കഴിഞ്ഞാൽ കാട് എന്ന് പറയുന്ന ഒന്ന് നിലനിൽക്കുന്നില്ല. എന്നാൽ വൃക്ഷം നമ്മൾ പേര് കൊടുത്തതാണ്. ആ വൃക്ഷങ്ങളുടെ സമൂഹത്തെയാണ് കാടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിനെ സമഷ്ടി ഭാവം, ഇതാണ് ഈ വ്യഷ്ടി സമഷ്ടി. അവിടെ നമ്മുടെ 3 അനുഭവങ്ങളെ പറഞ്ഞു. ഈ 3 അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് പോലെ, ക്ഷമിക്കണം, 3 അനുഭവങ്ങൾ നമ്മുടെ തലത്തിലുള്ളതുപോലെ അതിൻ്റെ സമഷ്ടി തലത്തിലുള്ള അനുഭവങ്ങൾ. വ്യഷ്ടി തലത്തിലാണ് ഞാൻ ജാഗ്രത അവസ്ഥയെ അനുഭവിക്കുമ്പോൾ, ഞാൻ ഉണർന്നിരുന്ന് വിശ്വത്തെ അനുഭവിക്കുന്ന സമയത്ത് വിശ്വൻ എന്ന് എന്നെ പറയുന്നു. അത് ഒരു സമഷ്ടി ജാഗ്രത അവസ്ഥ. എല്ലാം ഉണർന്ന്, സകലതും, അതിൽ മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും സകല ജീവജാലങ്ങളും ഉണർന്നിരിക്കുന്ന അവസ്ഥ. നമ്മൾ ഉണർന്നിരിക്കുന്നത് പോലെ തന്നെ അതൊക്കെ ഉണർന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയെ ഒരു പേര് അവർ നൽകിയിട്ടുണ്ട്. അതാണ് വിരാട് പുരുഷൻ. വിശ്വൻ വൈശ്വാനരൻ, വിരാട് പുരുഷൻ. ഈ വിരാട് പുരുഷന്റെ വർണ്ണനയാണ് പുരുഷ സൂക്താദി സൂക്തങ്ങളെ കൊണ്ട് വേദത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതിനെ പറയുന്നത് എന്താ? സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ സഹസ്രപാദ്. 1000 തലകള്. 1000 തല എന്ന് പറഞ്ഞാൽ അനന്തമായ ശിരസ്, 1000 അനന്തതയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇപ്പോ നിങ്ങൾ നമുക്ക് കേരളത്തിലെ ആളുകൾക്ക് വലിയ ആൾക്കൂട്ടം എന്ന് പറയുന്നതാണ് തൃശ്ശൂർ പൂരം. അപ്പൊ ആ തൃശ്ശൂർ പൂരപ്പറമ്പ് എത്ര തലകളാണ്! നമ്മുടെ തല ഇവിടെ പിന്നെ പൂരം മാത്രമല്ല പറയുന്നത്. ഒരു വെറും കേവലം മനുഷ്യന്റെ ഒരു കൂട്ടത്തെ അല്ല, തലയെടുത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളും അത് അതിന്റെ തലയാണ്. തെങ്ങിന്റെ തല, കവുങ്ങിന്റെ തല, സകലതിന്റെ ഒരു ഉറുമ്പ് മുതൽ സകലതും ചേർന്ന് ഇങ്ങനെ ഉണർന്നു നിൽക്കുന്ന ഈ ഒരവസ്ഥ. ആ അവസ്ഥയാണ് വിരാട് പുരുഷൻ, വൈശ്വാനരൻ എന്ന് പറയുന്നത്. അത് സമഷ്ടിയായിട്ടിരിക്കുന്നത്. കൈക്കുമ്പിളിൽ കുറച്ച് ജലം ഇരിക്കുന്നതും സമുദ്രത്തിൽ ഇരിക്കുന്നു. സമുദ്രം എന്ന് പറയുന്നത് അവസ്ഥയാണ്, ജലത്തിന്റെ അനന്തമായ അവസ്ഥ. ജലം മാത്രമേ ഉള്ളൂ അതിൽ. പക്ഷെ നമ്മൾ അതിന് പറഞ്ഞിരിക്കണത് എന്താ? സമുദ്രം. നമ്മുടെ ഒരു ഗ്ലാസ്സിലുള്ളത് ജലം, ഒരു ഗ്ലാസ് വെള്ളം, അത്ര തന്നെ. കിണറിലിരിക്കുമ്പോൾ, അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ കിണർ, ഒഴുകുന്ന അവസ്ഥയിൽ നദിയെന്നും പുഴയെന്നും, കുറച്ച് വലിയ ഇതായിട്ട് കെട്ടി നിൽക്കുന്ന സമയത്ത് തടാകമെന്നും അവസ്ഥയിൽ നമ്മൾ പേരുന്നു. വാസ്തവത്തിൽ എന്താണ് ജലം?
ആ ജലം എന്ന് പറയുമ്പോഴേക്കും അത് വ്യഷ്ടിയിലാണ്. സമഷ്ടിയിലേക്ക് വരുമ്പം അതിന് ഈ ഭാവം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ വേറെ എന്ത് കൺഫ്യൂഷനാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നം അനുഭവിക്കുന്നു വ്യഷ്ടി എന്ന നിലയിൽ. അങ്ങനെ ഒരു സമഷ്ടി സ്വപ്നത്തെ എടുത്തു കഴിഞ്ഞാൽ ഹിരണ്യഗർഭൻ. അതുപോലെ തന്നെ വ്യഷ്ടിയിൽ ഗാഢസുഷുപ്തി. അപ്പൊ നമുക്ക് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ ഗാഢസുഷുപ്തിയിൽ. ആ പ്രാജ്ഞന്റെ സമഷ്ടിയും പോയിട്ട് അതിന്റെ കാരണത്തിൽ ഇരിക്കുന്നു ഈശ്വരൻ. ഇതാണ് അപ്പൊ ഈ പറഞ്ഞ ഓം നമോ ഭഗവതേ വാസുദേവായ ഇത് മനസ്സിലാക്കാനുള്ള അതാ പറഞ്ഞത്. നമോ എന്നുള്ളത് കാര്യവും കാരണവും. നകാരം നാരായണന് ഇതിന്റെ കാരണത്തെ, ബ്രഹ്മത്തെ, ആ തത്വത്തെ അവതരിപ്പിക്കുന്ന അതിനെ. മകാരമോ നമ്മുടെ മുന്നിൽ അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം. ഇത് നമോ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഇതാണ് കാര്യവും കാരണവുമായിട്ടുള്ള, സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള, മേയവും അപ്രമേയവുമായിട്ടുള്ള, ഇങ്ങനെ ഓരോ പ്രകാരത്തിൽ അത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാൻ പോകുന്നുണ്ട്. അതാണ് നകാരവും മകാരവും. പിന്നെയുള്ളത് എന്താ? ഭഗവതേ. 3 ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഭാസയതി, ഗമ ഗച്ച്, വിലീയത്തെ. അപ്പൊ ഭകാരം ജാഗ്രത അവസ്ഥയെ, ഗകാരം സ്വപ്നാവസ്ഥയെ, വകാരം സുഷുപ്തിയെ, തുരീയം 4-മത്തേത്. ഈ 4-മത്തേത് എന്നത് വ്യഷ്ടി എന്നത് അവസാനിച്ച് സമഷ്ടി എന്നതിലേക്ക് വരിക. സമഷ്ടി എന്ന് പറയുമ്പോൾ പിന്നെ വ്യഷ്ടിക്ക് നിലനിൽപ്പില്ല. ഈ വ്യഷ്ടിയും സമഷ്ടിയും, അതാണ് നേരത്തെയും പറഞ്ഞത്, അത് രണ്ടായി നിൽക്കുമ്പോൾ, അതിനാണ് നല്ലൊരു ഉദാഹരണം പറഞ്ഞത് വിവേകാനന്ദ സ്വാമികളുടെ. ശരീരമാണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും. നിങ്ങൾ ജീവനാണെന്ന് കരുതുമ്പോഴോ അത് കുറച്ചുകൂടെ വിശേഷപ്പെട്ടതാണ്. നിങ്ങൾ ആ നിത്യാഗ്നിയുടെ ഒരു സ്ഫുലിംഗമാണ്, അതിലെ ഒരു സ്പാർക്കാണ്, കുറച്ചുകൂടെ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ ആത്മാവെന്ന് കരുതുമ്പോൾ, ആത്മാവെന്നറിയുമ്പോൾ നിങ്ങൾ സർവസ്വമാണ്. അപ്പൊ ഞാൻ ആത്മാവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവര് ആത്മാക്കളല്ലേ, ഇങ്ങനെയൊക്കെ ചിലർ ചോദിച്ചു കളയും. ബാക്കി അവിടെ എന്താ ശേഷിക്കുന്നത്? ഒന്നുമില്ല. അതിനാണ് കഠോപനിഷത്തിൽ നല്ലൊരു ഉദാഹരണം പറഞ്ഞത്. ഒരു ജലം, ശുദ്ധജലം എടുത്ത് വേറെ ഒന്നിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് വേറിട്ടൊരവസ്ഥയുള്ളത്? അതൊന്നാകുന്നു. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. എന്നതുപോലെ ഈ അറിവ് എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ, ഇതായി തീർന്നാൽ, ഇത് ലയിക്കുക എന്നൊക്കെയുള്ള വാക്കുകളാണ്. അതിലൊന്നും പോയി പിടിക്കുക വേണ്ട. പഞ്ചസാര നമ്മൾ ചായയിൽ ലയിക്കുന്നത് പോലത്തെ ഒരു ഏർപ്പാടൊന്നുമില്ല. അങ്ങനെ അവിടെ ലയിക്കുന്നത് 2 എന്നുള്ള അവസ്ഥയുണ്ട്. കാരണം ലയിക്കാൻ പഞ്ചസാരയുണ്ട്, ആ പഞ്ചസാരയ്ക്ക് ലയിച്ച് അതിൽ ചേർന്ന് നിൽക്കാനുള്ള സ്പേസ് കൊടുക്കുന്ന മറ്റു പലതും ഉണ്ട്. അപ്പൊ ഈ ഉദാഹരണങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. അപ്പൊ ഈ ഉദാഹരണങ്ങളെ പോലെ അങ്ങോട്ടേക്ക് അപ്പോഴാണ് വീണ്ടും സംശയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊരു കൃത്യമായ രീതിയിൽ നന്നായിട്ടൊന്ന് മനനം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് നമ്മുടെ മുൻധാരണകളൊക്കെ എടുത്ത് വലിച്ചെറിയണം. പല ഏടാകൂടങ്ങളും ഉള്ളിലിരിക്കുകയാണ്. അതാണ് ഈ പ്രശ്നം. ഞാൻ അവിടെ അത് വായിച്ചിട്ടുണ്ട്, ഇന്നാൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. നമ്മളിവിടെ പറഞ്ഞു പോരുമ്പം നിങ്ങൾക്കത് ബോധ്യപ്പെടേണ്ടതാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. അതെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കേട്ടാൽ കാര്യം ക്ലിയർ ആവും. ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇത് ശരിക്കും നമ്മുടെ മനഃശാസ്ത്ര പ്രകാരം ഇത്തരം കാര്യങ്ങൾ, ഇതിപ്പോ 1 മണിക്കൂർ നടക്കുന്ന ഈ പ്രഭാഷണം, ഈ 1 മണിക്കൂറും പൂർണ്ണ ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റുന്നവരുണ്ടാകാം. പക്ഷെ അതിലൊരു ഒരു 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 25%, അതായത് 10-15% നമുക്കത് ശരിക്കും ഒന്ന് ഉറക്കുള്ളൂ. ബാക്കിയൊക്കെ
അതിനാണ് ഈ അഭ്യാസം എന്ന് പറയുക, ആവർത്തിച്ചുള്ള ശ്രവണം. പണ്ട് കാലത്ത് ഇത് ആവർത്തിച്ച് ശ്രവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഗുരു ഒരിക്കലാണ് ഇത് പറയുക. ചിന്മയാൻ സ്വാമികളും തപോവൻ സ്വാമികളും തമ്മിലുള്ള ഒരു ഡീൽ അതാണ്. ശിവാനന്ദ സ്വാമികളുടെ അടുത്ത് നിന്ന് തപോവൻ സ്വാമികളുടെ അടുത്ത് പോയിട്ട് ചെന്നിട്ട് പറയും, എനിക്ക് പഠിക്കാനുണ്ട് കുറച്ചുകൂടി ഇതൊക്കെ. തപോവൻ സ്വാമികള് മൂപ്പരിങ്ങനെ ഈ ഏതു നേരം സമാധി അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണ്, അപാര പണ്ഡിതനുമാണ്. അപ്പൊ പറഞ്ഞു, ആദ്യമൊക്കെ കുറച്ച് നിരുത്സാഹപ്പെടുത്തി, പക്ഷെ മൂപ്പര് വിടാതെ കൂടി എന്താ പിറകില്. തപോവൻ സ്വാമികൾ മുന്നിൽ വെച്ച് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്താ പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ ആ പുസ്തകം അതുമായിട്ട് വന്നോളാൻ പറഞ്ഞു, ഗ്രന്ഥം എന്താണെന്നുള്ളത്. ഞാനിതിങ്ങനെ ഈ വീണ്ടും 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 ഒന്നും പറഞ്ഞു തരില്ല. അതുകൊണ്ട് പറയുന്നത് ഒരിക്കലേ പറയുള്ളൂ, ശ്രദ്ധിച്ച് കേട്ടോളണം. അപ്പൊ ആ ഡീൽ ഉറപ്പിച്ചിട്ടാണ് അവർ തമ്മിൽ ഇരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഒരിടത്ത് ഇരുന്ന് പറയുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല, സമയമോ കാര്യങ്ങളോ ഒന്നും. അങ്ങനെ സ്വാമിജിയുടെ തപോവൻ സ്വാമികളുടെ മെയിൻ ഏർപ്പാട് നടപ്പാണ്. ഹിമാലയം മുഴുവൻ നടന്നിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള 2 പുസ്തകമുണ്ട്, ഹിമഗിരി വിഹാരം, ഈശ്വര ദർശൻ. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ് തപോവൻ സ്വാമികൾ. മലയാളിയാ, പാലക്കാട്ടുകാരനാണ്, പക്ഷെ നേരത്തെ കാലത്തെ ഹിമാലയത്തിലേക്ക് പോയിട്ടുള്ള ഹിമവത് വിഭൂതി സ്വാമി തപോവനം, അങ്ങനെയാണ് അറിയുക. അപ്പൊ ആ ഗംഗോത്രിയിലെ ഒരു ചെറിയ കുടിലിരുന്ന്, ഒരു ചെറിയ ചായ്പാണ്, അവിടെ ഇങ്ങനെ ഇരുന്ന് ഈ പറഞ്ഞ പേനയും പെൻസിലും, പിന്നെ പത്രക്കാരനായിരുന്നു ചിന്മയാൻ സ്വാമികൾ എന്നതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ആയിരുന്നു മൂപ്പര്. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് തന്നെ. അതുകൊണ്ട് നോട്ടൊക്കെ എഴുതിയെടുക്കൽ വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. അങ്ങനെയാണ് അത് പഠിച്ചിട്ടുള്ളത്. അപ്പോ ചിന്മയാൻ സ്വാമിക്ക് അത് ഗൂഗിൾ ഡ്രൈവില് ആക്കി വീണ്ടും കേൾക്കാനുള്ള അവസരമില്ലായിരുന്നു. നമുക്കും അതെ, ആശ്രമത്തിൽ പഠിക്കുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്യൽ പരിപാടി അതൊന്നും നടക്കൂല. ഇന്നത്തെ സാന്ദീപനിയിലൊക്കെ അതുണ്ട് എന്ന് കേട്ടു. അവരൊക്കെ ഭാഗ്യവാന്മാർ. അങ്ങനെ ആവുമ്പോൾ അവരിത് ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യാൻ ആചാര്യനെ അനുവദിക്കുന്നു. നമുക്ക് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, ഇത് പഠിപ്പിക്കുമ്പം നമ്മുടെ കയ്യിൽ മൂല ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതേപോലെ എങ്ങനെ ഉണ്ടാവും? ഇതിലെന്താണ്? മന്ത്രങ്ങൾ മാത്രം, യാതൊരു വ്യാഖ്യാനവും ഇല്ല. മന്ത്രങ്ങൾ, മൂലശ്ലോകങ്ങൾ മാത്രം ഉണ്ടാവും. അപ്പോ അതിൽ സ്വാമിജി ഇങ്ങനെ പറയും. അപ്പൊ നമ്മളിതിങ്ങനെ നോക്കി ഇരിക്കുകയും അങ്ങനെ നോട്ടെഴുതലുമാണ്. പിന്നെ അത് അപ്പൊ തന്നെ മുറിയിൽ പോയിരുന്ന് വീണ്ടും ഈ എഴുതി വെച്ചതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടാവും. അതെഴുതി അപ്പം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന തോട്ട് പ്രോസസ് എന്താണോ അതൊക്കെ അത് എഴുതും. നമുക്കുള്ള ഇതില് വന്നിട്ടുള്ള വലിയൊരു വിഷമം, ഈ നോട്ടുകളാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആശ്രമത്തിൽ പഠിച്ചു കഴിഞ്ഞതിന്റെ ഒരു നിധിയായിട്ടുള്ള സാധനം. അത് കുറെ ഉണ്ടായിരുന്നു. ഇതെല്ലാം നോട്ട്ബുക്കുകളാണ് അതിലെഴുതിയിട്ടുള്ളത്. അപ്പൊ ഭഗവത്ഗീതയുടെ ഒക്കെ എത്രയാന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. നമ്മൾ ഈ കോട്ടയത്ത് സെന്ററിൽ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പയ്യന്നൂരിൽ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി അവിടേക്ക് പോയി. അപ്പൊ അവിടെ തായ്നേരി ബൈപ്പാസ് റൂട്ടിൽ ഡോക്ടർ ഗോപിനാഥ് എന്ന് പറയും, മുകുന്ദ ഹോസ്പിറ്റലാണ്. അദ്ദേഹത്തിന്റെ ആദ്യം നമ്മൾ താമസിച്ചത്, നേരെ ചെന്നത് ഹോസ്പിറ്റലിലാണ് താമസം. അപ്പൊ ഡോക്ടറുടെ വീട് താഴെ ഹോസ്പിറ്റലിൽ ഒരു ഫ്ലോറിലാണ്, മുകളിൽ.
അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു മുറിയാ തന്നത് താമസിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കുറെ നല്ല രസങ്ങളുണ്ട്. അതൊരു ഗൈനക്കോളജിയാണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത്. അപ്പൊ രാവിലെ നമ്മൾ റൂം തുറന്നു കഴിഞ്ഞാൽ പാവം ഈ അമ്മമാരിങ്ങനെ വലിയ വയറൊക്കെ ആയിട്ട് ഇപ്പൊ പ്രസവിക്കും, മുറിയുടെ മുന്നിൽ പ്രസവിക്കും എന്നൊക്കെ ഉള്ള മട്ടിൽ ഇങ്ങനെ അവർ അതൊക്കെ നടക്കുന്നുണ്ട്. അവർക്കൊരു എക്സസൈസ് പോലെയൊക്കെ നടക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരാന്തയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ കതകൊന്നും തുറക്കാൻ പറ്റില്ല, ഇങ്ങനെ വെറുതെ തുറന്ന്. കാരണം ഇതൊരു റൂമാണ്, ഹോസ്പിറ്റൽ പേഷ്യൻസിന് കൊടുക്കുന്ന റൂമിലാണ് നമ്മൾ കുറച്ചു കാലം താമസിച്ചു, ഒരു മാസം ഒക്കെ. അത് കഴിഞ്ഞപ്പോൾ മാറിയിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഒരു കാർ ഷെഡ്, അതിൻ്റെ മുകളിൽ ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് അതിലാണ്. അപ്പൊ അവിടെ നമ്മുടെ ഈ പുസ്തകങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ ഒരു റാക്ക് ഉണ്ട്. അപ്പൊ അതില് ഇതെല്ലാം അടുക്കി വെച്ചു. അപ്പൊ ഈ നോട്ടുകളെല്ലാം നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പ്രത്യേകം വെച്ചു. കാരണം അതിന്റെ ആ റെഫറൻസ് ക്ലാസ് എടുക്കുമ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി നമുക്ക്, അതുകൊണ്ട് അതങ്ങനെ വെച്ചതേ. പിന്നെ അത്യാവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇതിൽ വെച്ചു. അപ്പൊ ഇത് ഒരു എന്താ കുറെ കാലം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മളിത് അറിയുന്നില്ല, ഇത് അടച്ചും വെച്ചിട്ടുള്ളതാ. അപ്പൊ ഇത് എന്താ പറയാ, മൊത്തം ചെതൽ അതിൻ്റെ ഉള്ളിൽ കയറി. മൊത്തം ചെതൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ പോലും ഇല്ല. ഈ നോട്ട് ബുക്ക് ആയതുകൊണ്ട് ചെതലിന് ഭയങ്കര ഒരു ഉത്സവമാണ്. കോഴി ബിരിയാണി കിട്ടിയതുപോലെ അത് മൊത്തം തീർത്തു. ഈ ചെതലുകൾ മൊത്തം വേദാന്തികളായിട്ടുണ്ടാവണം. അത് നമുക്ക് ഇന്നും ഓർത്താ ഒരു ഭയങ്കര സങ്കടം വരും. അതെല്ലാം ഒരു പുസ്തകം പോലും ഇല്ലാതെ. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇതേപോലെ ഒരു ഇതില് ഇരുന്ന് എഴുതിയെടുത്ത നോട്ടുകളൊക്കെ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ ഇത് വീണ്ടും കേൾക്കാൻ ഉള്ളൊരു അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞാൽ ഈ സംശയങ്ങളൊക്കെ തീരും.